വയനാട്ടിലെ മലയാളം അധ്യാപക നിയമനത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. ഈ മാസം 10-നകം നിയമനം നടത്തണം എന്നാണ് നിർദ്ദേശം. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഒരു കോടതി ഇടപെടലിന്റെ പശ്ചാത്തലം എങ്ങനെ, ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ശ്രീജിത്ത്, 2011 PSC ലിസ്റ്റ് പ്രകാരം 4 പേരുടെ നിയമനം നടത്താനായിട്ടായിരുന്നു കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഈ വിധി വന്നത്. പക്ഷേ അതിനുശേഷം തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഈ ഉത്തരവ് പാലിച്ചില്ല എന്ന് കാട്ടിക്കൊണ്ട് ഈ കോടതിയലക്ഷ്യ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഡയറക്ടർ, വയനാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി സെക്രട്ടറി ഇങ്ങനെയുള്ളവരാണ് ഇതിന്റെ ഭാഗമായിട്ട് കക്ഷി ചേർക്കപ്പെട്ടിരുന്നത്. ഇവർക്കെതിരായിട്ടാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. നിയമനം 10-ാം തീയതിക്ക് മുമ്പേ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള അവിനാഷ് ടി, റാജി PR, ജോൺസൺ EV, ഷിമ M എന്നിവരാണ് ഈ കോടതിയെ അലക്ഷ്യ ഹർജി സമർപ്പിച്ചത്. ഇവർക്ക് വേണ്ടി അഭിഭാഷകനായിട്ടുള്ള ദിലീപ് പുഴക്കോട്ടാണ് ഹാജരായത്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.